ഭാഗ്യമായിട്ടാണ് ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ലല്ലോ. ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിലും അത്രയും ദിവസം കൂടെ നിൽക്കാൻ പറ്റി. എൻ്റെ കൂടുതൽ മെജോറിറ്റി ഷോട്ട്സും ലാലേട്ടൻ്റെ കൂടെ ആയിരുന്നു. ഞാൻ കൂടുതലും ലാലേട്ടൻ്റെ ഒരു അഭിനയ രീതിയാണ് കണ്ടുപഠിച്ചത്. ദിലീപേട്ടന്റെ തോളത്തും ലാലേട്ടൻ്റെ ഭയങ്കര റെയർ ആയിട്ട് ഒരാൾക്ക് കിട്ടുന്ന ചാൻസ് ആയിരുന്നു. ദിലീപേട്ടൻ എൻ്റെ മുടിയൊക്കെ പിന്നി തരുമായിരുന്നു, ഭക്ഷണം വാരി തരുമായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അലമ്പായിരുന്നു ചെറുപ്പത്തില്. മമ്മൂക്ക എൻ്റെ മുടി പിടിച്ചിട്ട് പറഞ്ഞു, നല്ല മുടിയാണല്ലോ, ഇതിൻ്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തന്നിട്ട് വേണം പോവാൻ. പിന്നെ മമ്മൂക്ക പറഞ്ഞു, എൻ്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് ദുൽഖറിനോട് വേണമെങ്കിൽ നോക്കാം. ഇതൊരു കുന്നിന്റെ മുകളിലായിരുന്നു ഈ ഷോട്ട്. ആദ്യമായിട്ട് തോള് കയറാൻ പേടി വന്നൊരു സീൻ. ലാലേട്ടൻ ഐസ്ക്രീം മേടിച്ചെന്ന് മടുത്തു. ആക്ടർ ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാരും ഉണ്ട്. അങ്ങനെ മാറ്റിയെടുത്ത് പറയാൻ പറ്റില്ല. എന്നാലും അച്ഛനെന്നുള്ള സ്ഥിതിക്ക് ലാലേട്ടനോട് കുറച്ചുകൂടി ഒരു... നിങ്ങളൊരു 8-9 വയസ്സുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ആന കളിക്കാൻ വേണ്ടി ജനപ്രിയ നായകൻ ദിലീപിനെയും തോളത്തിരിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെയും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ഫാന്റസിയാണ്. പക്ഷെ ആ ഫാന്റസി ജീവിച്ചു തീർത്ത ഒരാളാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ദുർഗയാണ് എന്നോടൊപ്പം ചേരുന്നത്. ദുർഗ പ്രേംജിത്ത്, നമസ്കാരം. നമസ്കാരം. വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആർട്ടിസ്റ്റാണ്. എൻ്റെ പരിചയത്തിൽ ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയാം. അങ്ങനെ ആലോചിക്കാറുണ്ടോ? അതായത് ഇത്രയും ആളുകൾ, അതായത് കുട്ടിക്കാലം മൊത്തം കുറെ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിൽ പ്രിവിലേജ് ആലോചിക്കാറുണ്ടോ? ഭാഗ്യമായിട്ടാണ് ആലോചിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ലല്ലോ. ലാലേട്ടൻ്റെ കൂടെ ആണെങ്കിലും അത്രയും ദിവസം കൂടെ നിൽക്കാൻ പറ്റി. എൻ്റെ കൂടുതൽ മെജോറിറ്റി ഷോട്ട്സും ലാലേട്ടൻ്റെ കൂടെ ആയിരുന്നു, ദിലീപേട്ടൻ്റെ കൂടെ, അങ്ങനെ കുറെ പേരുടെ അഭിനയിക്കാൻ കിട്ടി. ഭാഗ്യം. ഈ ചൈൽഡ് ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു പോയിന്റിലെത്തിയപ്പോൾ എല്ലാവരുടെയും അഭിനയം കുറെ ഒരേപോലെയായ ഒരു സമയം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ദുർഗയെ പോലുള്ള കുറച്ച് ആളുകൾ വന്നിട്ട് വളരെ സ്വതസിദ്ധമായിട്ട് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കാനുള്ള രീതികളൊക്കെ തുടങ്ങിയത്. അത് എങ്ങനെയാ സാധിച്ചിരുന്നത്? ഇപ്പൊ വൈശാഖ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ, അവര് ഇങ്ങനൊന്നും അഭിനയിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞു തരുമോ, അഭിനയിച്ച് കാണിച്ചു തരുമായിരുന്നു? വൈശാഖാണെങ്കിൽ എനിക്ക് ഗൈഡൻസ് തരുമായിരുന്നു. ബട്ട് ഞാൻ കൂടുതലും ലാലേട്ടന്റെ ഒരു അഭിനയ രീതിയാണ് കണ്ടുപഠിച്ചത്. ലാലേട്ടൻ എങ്ങനെയാണോ അത് തന്നെ ഫോളോ ചെയ്യാനാണ് ഞാനും ആലോചിച്ചത്. ഈ പുലിമുരുകന്റെ ഓരോ വർഷം വരുമ്പോഴും അതിനെപ്പറ്റി സ്പെഷ്യൽ ആയിട്ടുള്ള പോസ്റ്റുകൾ വരാറുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി എഴുത്തുകൾ വരും. അപ്പൊ സ്ഥിരമായിട്ട് ദുർഗയും കൂടി ഭാഗമായിട്ടുള്ള ഒരു ഫോട്ടോ എപ്പോഴും ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഫോട്ടോ കാണിച്ചു തരാം. ഇതിന്റെ പിന്നിൽ എന്താ സംഭവിച്ചത്, എന്തൊക്കെയാണ് ആ ദിവസത്തിലെ ഓർമ്മയുള്ള എന്നൊക്കെ എന്നോടൊന്ന് പറയണേ. ഒരു നിമിഷം. ഇതാണ് ആ ഫോട്ടോ. ഇത് എന്നോട് ജസ്റ്റ് പറഞ്ഞ ലാലേട്ടൻ്റെ അടുത്ത് എന്നിട്ട് എൻ്റെ അച്ഛൻ പുലിമുരുകനല്ലേ എന്ന് പറഞ്ഞ ചുമ്മാ ഒന്ന് അടുത്തേക്ക് വെക്കാനേന്ന് പറഞ്ഞേ. ഞാൻ ആ സമയത്ത് ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി മീശ ഒന്ന് പിരിച്ചതാണ്. യെസ്, മീശ ഇട്ടപ്പോ അത് പിരിക്കാൻ തോന്നി. പിന്നെ അച്ഛനും ആ സമയത്ത് എൻ്റെ ആക്ച്വൽ അച്ഛനും മീശ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മീശ പിരിക്കുന്ന ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് മീശ ഉണ്ട്, പിന്നെ പിരിച്ചേക്കാന്ന് വിചാരിച്ചു. നാച്ചുറൽ ആയിട്ട് ചെയ്തു പോയതാ. ഷോട്ട് കഴിഞ്ഞിട്ട് നാച്ചുറൽ ആക്ടർ ലാലേട്ടൻ എന്ത് പറഞ്ഞു? ലാലേട്ടൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ലാലേട്ടൻ പിന്നെ എന്റെ കൂടെ ആയിരുന്നല്ലോ ഫുൾ ടൈം. ലാലേട്ടൻ ഞാൻ എപ്പോഴും ഇങ്ങനെ മീശ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ലാലേട്ടൻ അത് യൂസ്ഡായി, എപ്പോഴും ശല്യം ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. ഇത് ഇപ്പൊ ആലോചിച്ച് നോക്കുമ്പോ നമ്മൾ കുറെ ഭാഗ്യം ചെയ്ത ഒരാളാണ്, അങ്ങനെ തോന്നാറുണ്ടോ? ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന ഒരു ചാൻസ് അല്ലല്ലോ ഇങ്ങനെ. അദ്ദേഹം ഈശ്വരിക്കുന്നത് തന്നെയാണ്, വളരെ ഭംഗിയാണ്. അത് ദുർഗയ്ക്ക് ചെയ്യാനും കൂടി സാധിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എങ്ങനെയാ പുലിമുരുകനിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ട്? എത്ര ദിവസം ലാലേട്ടനൊപ്പം? എനിക്ക് ഓൾമോസ്റ്റ് 40 to 50 days അടുത്തുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ കൂടെയും കാമലാനി ആന്റിയുടെ കൂടെ ആയിരുന്നു ഫുൾ ഷോട്ട്സ് എല്ലാം. അവരുടെ കൂടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത്. ഇതില് ഇപ്പൊ ലാലേട്ടന് ആളുകൾ ഈ ഷോട്ടിന് മുമ്പ് വേറൊരാളാണ്, ഷോട്ടിന് ശേഷം വേറൊരാളാണ്, അങ്ങനെ പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? ലാലേട്ടൻ ഷോട്ടിന് മുന്നേ പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഓഫീസിൽ വർക്കിന് പോകുമ്പോൾ ലാലേട്ടൻ എന്നെ സ്വന്തം മോളെ പോലെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുക, ലാലേട്ടൻ്റെ ഫോൺ തരിക. ലാലേട്ടൻ്റെ ഫോൺ ഞാൻ കുറെ ചീത്തയാക്കിയിട്ടുണ്ട്. ലാലേട്ടനെ തരണ എന്നെ കൊല്ലും. പിന്നെ ലാലേട്ടനെ ഭയങ്കരമായിട്ട് ശല്യം ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പൊ അങ്ങനെ ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, എന്തിനാണ് അവർ അങ്ങനെ ക്യാമറ വെച്ചിരിക്കുന്നത്, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേക്കും പറയണ്ടല്ലോ, ലാലേട്ടൻ പിന്നെ ക്യാരക്ടറാണ്. ആ സമയത്ത് ഞാൻ ലാലേട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛാ അങ്ങനെ പറഞ്ഞല്ലോ. ചക്കി തന്നെയാണ് വിളിച്ചിരുന്നത്? അതെ അതെ, ചക്കി തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഈ
ഇപ്പൊ അദ്ദേഹത്തെ കാണുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മീറ്റ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹം ചക്കി തന്നെയാണ് ആ ചക്കീന്ന് തന്നെയാണ് വിളിക്കുന്നത്. പിന്നെ മുടി കണ്ട എപ്പോഴും എൻ്റെ മുടി കയറി പിടിക്കും. എന്നിട്ട് പറയും മുടി വെട്ടിക്കളയും ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ പുലിമുരുകൻ ആ സമയത്ത് ഉണ്ടാക്കിയൊരു വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരുന്നു. കാരണം അന്ന് നോട്ട് നിരോധനം ഉണ്ടായിരുന്നു. ഒരുപാട് ആളുകൾ തിയേറ്ററുകളിൽ നിന്ന് അത്രയും നല്ല സിനിമകളൊന്നും വന്നിരുന്നിരുന്നത്. ആ സമയത്താണ് വലിയൊരു ഓളം ഉണ്ടാവുന്നത് പുലിമുരുകൻ വന്നത്. ഇന്നും അത്രത്തോളം ഒരു വലിയ വിജയം സാധിച്ചിട്ടില്ല. അത് തിയേറ്ററിൽ പോയി കണ്ട ദിവസം ഓർമ്മയുണ്ടോ പുലിമുരുകൻ? ഞാൻ ഫസ്റ്റ് ഷോ അല്ല കണ്ട്. അതെന്ത് പറ്റി? എനിക്ക് സ്കൂളുണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു. അത് വലിയൊരു മനസ്സാണ്. എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എക്സാം കഴിഞ്ഞിട്ടാണ് കണ്ടത്. അതിനു മുന്നേ എന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് ഒക്ടോബർ സമയത്തല്ലേ പുലിമുരുകൻ ഇറങ്ങുന്നത്? ആ സമയത്ത് ഞങ്ങൾക്ക് എക്സാം ഉണ്ട്, പീരിയോഡിക് എക്സാംസ്. എക്സാം കഴിഞ്ഞു, പോയി വീണ്ടും സ്കൂളിലേക്ക് ചെന്നു. നന്നായി പഠിക്കുന്ന കുട്ടിയാ? അതെ, ഏകദേശം. ആണോ? അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോ ഷോ കഴിഞ്ഞു, ഞാൻ എല്ലാം കണ്ടു. തിരിച്ചടുത്ത ദിവസം സ്കൂളിൽ ചെല്ലുന്നു. എല്ലാരും എന്നെ വേറൊരു ലാലേട്ടന്റെ മോൾ ആ ഒരു രീതിയിലാണ് എന്നെ കാണുന്നത്. ഇപ്പൊ പണ്ടത്തെ ദുർഗയല്ല, എല്ലാരും നമ്മളെ ചക്കി, ലാലേട്ടന്റെ ചക്കി, അങ്ങനെ ഒരു രീതിയിലായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് കിട്ടിയായിരുന്നു ആ ടൈം. എന്നിട്ട് എപ്പോഴാണ് ഇത് കാണുന്നത്? ഏത് ഷോയാ കാണുന്നത്? സെക്കൻഡ് ഷോ ഞാൻ രാത്രി എല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞാണ് പോയി കണ്ടത്. എന്നിട്ട് ശരിക്കും ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഒക്കെ കാണുമല്ലോ. അന്ന് പുലിമുരുകൻ കാണാത്ത ആളുകൾ, തിയേറ്ററിൽ കാണാത്ത ആളുകൾ വളരെ കുറവാണ്. അന്ന് ഓരോരുത്തരും വിളിച്ചിങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കും. ഓരോരുത്തരും വിളിച്ചിരിക്കുന്നു. എല്ലാവർക്കും അറിയേണ്ട ലാലേട്ടൻ എങ്ങനെയായിരുന്നു, അതാണ് എല്ലാവരുടെയും ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലാലേട്ടൻ്റെ കൂടെ ഒരു അവരുടെ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടൊരു പായയിൽ കിടക്കുന്ന സീനൊക്കെ അത് ഒരു കയ്യില് കുട്ടിയെ പിടിച്ചിട്ടല്ലേ ഈ പായ ഇടുന്നത്? വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ഈ കമാൽ മുഖർജി ആയിട്ടുള്ള കാര്യത്തിൽ അവർക്ക് തമിഴും കറക്റ്റ് ആയിട്ട് അറിയാവുന്നത്? ഇംഗ്ലീഷ് ആയിരുന്നു ഞങ്ങളുടെ കൂടുതലും കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ തന്നെ ഭയങ്കര ജോളിയായിട്ട് നടന്നു. എനിക്ക് പോവാറാകുമ്പോ എപ്പോഴും ഒരു ചോക്ലേറ്റ് എപ്പോഴും ഉണ്ടാവും കയ്യില്, അതെനിക്ക് എപ്പോഴും തരുമായിരുന്നു. ഈ നമ്മളതുപോലെ തന്നെ ആദ്യം ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടായിരുന്നല്ലോ, ബേബി ദുർഗ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്, ഒരു കവർ പേജ് തന്നെയാണെന്ന് തോന്നുന്നു. അതായത് ഒരു സൈഡില് ദിലീപേട്ടന്റെ തോളത്തും ഒരു സൈഡില് ലാലേട്ടന്റെ, അങ്ങനെ രണ്ടുപേരുടെയും തോളത്തിരുന്ന വളരെ റയർ ആയിട്ട് ഒരാൾ കിട്ടുന്ന ചാൻസ് ആയിരുന്നു അത്. ഈ ദിലീപേട്ടനായിട്ട് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാ തുടങ്ങിയത്? ദിലീപേട്ടൻ, ഞാൻ ആദ്യം ദിലീപേട്ടനെ കാണുന്ന സൗണ്ട് തോമയുടെ സെറ്റിലായിരുന്നു. ആ സമയത്ത് ദിലീപേട്ടന് കാണുമ്പോ അറിയാലോ എന്തായിരുന്നു ദിലീപേട്ടന്റെ ക്യാരക്ടർ. അപ്പൊ ഭയങ്കരമായിട്ട് അടുത്തില്ല ഞാൻ. ചെറിയ കുട്ടിയാണല്ലോ, അപ്പൊ പേടി ഉണ്ടാവുമല്ലോ, എന്താ ഞാൻ ഭയങ്കരമായിട്ട് അടുത്തില്ല. പിന്നെ ഞങ്ങൾ ക്ലോസ് ആവാൻ തുടങ്ങി. പോവാറായപ്പോഴത്തേക്ക് എനിക്ക് നല്ല സങ്കടമായി. പിന്നെ വീണ്ടും എന്നെ അവതാരത്തിൽ വിളിച്ചു. അവതാരത്തില് വിളിച്ചപ്പോഴായിരുന്നു വീണ്ടും ദിലീപേട്ടനായിട്ട് ആ ഒരു ബോണ്ട് തിരിച്ചു വന്നു. ദിലീപേട്ടൻ എന്റെ മുടിയൊക്കെ പിന്നെ തരുമായിരുന്നു, ഭക്ഷണം വാരി തരുമായിരുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര അലമ്പായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ എന്നെ നോക്കാൻ കുറച്ച് പാടായിരുന്നു. അതെ അതെ അതെ. ഈ പക്ഷെ നമ്മുടെ സൗണ്ട് തോമയില് മുകേഷ് ഏട്ടന്റെ മക്കളുടെ ഒരാളായിട്ടല്ലേ അതിലല്ലേ ഈ ആന കളിക്കുന്ന സീക്വൻസ് ഉള്ളത്? അത് എവിടെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് ഓർമ്മയുണ്ടോ? എന്നാന്നും അങ്ങനെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അന്ന് എത്ര വയസ്സുണ്ട്? എനിക്കൊരു 3 വയസ്സ്. 3 വയസ്സുണ്ടാവുള്ളൂ ആ സമയത്ത്. അവതാരത്തിന്റെ സമയത്തോ? അവതാരം ഞാൻ ഫസ്റ്റ് പഠിക്കുമ്പോഴായിരുന്നു തോന്നുന്നു. ഇത് വളരെ നാച്ചുറലി വരുമായിരുന്നു. എനിക്ക് ചെറുപ്പത്തിൽ ഇത്തിരി പേടിയുള്ള കാര്യമായിരുന്നു, ഈ ഷോൾഡറിൽ ഇങ്ങനെ കയറി. ദുർഗയ്ക്ക് എങ്ങനെയായിരുന്നു? എല്ലാം എനിക്ക് പേടിയില്ലായിരുന്നു, പേടിയില്ലാത്ത കൂട്ടത്തിലായിരുന്നു ചെറുപ്പം തൊട്ടേ. ഏതാ ശരിക്കും ആദ്യത്തെ സിനിമ? ഹൗസ്ഫുൾ. മറ്റേ ടിനി ടോം, ജ്യോതിർമയി. അതില് 4 കുട്ടികളിൽ ഒരാളായിട്ട്. ലാസ്റ്റ് സരയാന്റെ കൂടെ ഒരു കുട്ടിയായിരുന്നില്ലേ, ആ കുട്ടിയായിരുന്നു ഞാൻ. അതിനുശേഷം ഹല്ലേലൂയ, അത് കഴിഞ്ഞിട്ട് സൗണ്ട് തോമ. ഓക്കേ, ഹല്ലേലൂയ എപ്പോഴാണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ ഞാൻ UKG പഠിക്കുമ്പോഴായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് അപ്പൊ അഭിനയിച്ച പടം മാർഗംകളി. അതില് ബിബിൻ ചേട്ടന്റെ, നമിത ചേച്ചിയുടെ ചെറുപ്പം. ഇപ്പൊ ഈ ഡയറക്ടേഴ്സ് പറയുന്ന സമയത്തെ ഈ സംശയങ്ങൾ ഉണ്ടാവുക ചോദിക്കാനൊക്കെ ഒരു ആദ്യം തൊട്ടേ ഒരു മടിയില്ലാത്ത കുട്ടിയായിരുന്നു? തുടക്കത്തിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല മടി ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് പുലിമുരുകൻ തൊട്ടാണ് ഞാൻ
കുറച്ചുകൂടെ എന്താ പറയാ ആൾക്കാരുടെ ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ തുടങ്ങിയത്. ഇതെങ്ങനെയാ ചെയ്യുന്നത്, അതെങ്ങനെയാ ചെയ്യുന്നത്, അങ്ങനെ. ഞാൻ വേറെയും കുറച്ച് ഫോട്ടോസും കൂടി കാണിച്ചു തരാം. എനിക്ക് അതിന്റെ പിന്നിലത്തേക്ക് ഒരു കഥകൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. ഇതിൽ പൃഥ്വിരാജായിട്ട് കോമ്പിനേഷൻ സീൻ ഇല്ല, കാരണം പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്തെ ചെറുപ്പത്തിൽ ദുർഗ ചേച്ചിയുടെ ചെറുപ്പമായിരുന്നു. ഈ സിനിമയെ പറ്റി എന്തൊക്കെയാ ഓർമ്മയുള്ളത്? വിമാനം ഞാനും എറിക്കേട്ടനും കൂടെ ചെയ്ത സെക്കൻഡ് മൂവി ആയിരുന്നു ഒരുമിച്ച്. അപ്പൊ അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ചെറുപ്പം ചെയ്യാനാണ്. ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ഹീറോയിന്റെ പേരും ദുർഗ. പിന്നെ അവരവിടെ ചെന്നപ്പോ ചെറിയ ദുർഗ, വലിയ ദുർഗ, കുട്ടി ദുർഗ, ഇങ്ങോട്ടൊരു അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൃഥ്വിരാജെല്ലാം കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. കൂടുതലും ഫിലിമിന്റെ ഇതിനെ കുറിച്ച് തന്നെയായിരുന്നു, ക്യാരക്ടർ ആ ഒരു സംഭവത്തെ കുറിച്ച് തന്നെയായിരുന്നു. പിന്നെ എറിക്കേട്ടനായിട്ട് വീണ്ടും ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു പൃഥ്വിരാജങ്ങളുടെ ആണ്. ഓക്കെ, നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് സംസാരിക്കായിരുന്നു. ഇത് ഞാൻ ചോദിച്ചാണ്, എന്നാലും പറയൂ. ഇതൊരു കുന്നിന്റെ മുകളിലായിരുന്നു ഈ ഷോട്ട്. അപ്പോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് തോള് കയറാൻ പേടി വന്നൊരു സീൻ. അപ്പൊ ഐസ്ക്രീം ആയിരുന്നു ഇതിലെ മെയിൻ ക്യാരക്ടർ. ഞാൻ 5 ഐസ്ക്രീം കഴിച്ചു. ലാലേട്ടൻ ഐസ്ക്രീം മേടിച്ചെന്ന് മടുത്തു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പൂയംകുട്ടി കാടിന്റെ ഉള്ളിലായിരുന്നു. ഇതും ദിലീപേട്ടൻ ആദ്യമായിട്ട് കാണുന്നു. അപ്പോ ദിലീപേട്ടന്റെ മേത്തിരിക്കാനൊരു അവസരം കിട്ടി. ദിലീപേട്ടൻ കുറെ എന്നെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. എന്റെ ഭാഗ്യം, ദിലീപേട്ടന്റെ കഷ്ടം. ഈ ഫോട്ടോ പിന്നിൽ എന്താ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇത് നമുക്കൊരു ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഞാൻ മമ്മൂക്കെ കാണാൻ ചെന്നല്ല, എന്നൊരു ഓഡിഷൻ പോലെ ഒരു സംഭവത്തിന് വിളിച്ചതായിരുന്നു, മമ്മൂക്കയുടെ ഫിലിമിന്. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ കാണുന്ന മമ്മൂക്കയായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് ഇത് കൂടുതൽ മുടി ഉണ്ടായിരുന്നു, ഒരു നീ ലെങ്ത്തില് ഹെയർ ഉണ്ടായിരുന്നു. ആ സമയത്ത് മമ്മൂക്ക എന്റെ മുടി പിടിച്ചിട്ട് പറഞ്ഞു, നല്ല മുടിയാണല്ലോ, ഇതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തന്നിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞതാണ്. പിന്നെ മമ്മൂക്ക പറഞ്ഞു, എന്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് ദുൽഖറിനോട് വേണമെങ്കിൽ നോക്കാം എന്നിട്ട് പോയൊരു ഇതായിരുന്നു അത്. മുടിക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു. ഇല്ല, മുടി NCC പോയി കഴിഞ്ഞാൽ പിന്നെ മുടിയൊക്കെ പോയി. NCCയിലെ സ്നൈപ്പറാണ്. ഫയറിംഗ്. അതാണ് കുറെ ഗൺ വെച്ചിട്ടുള്ള ഫോട്ടോ. ഞാൻ വിചാരിച്ചു കുട്ടി പബ്ജി ഫാൻ അങ്ങനെ ആയതായിരുന്നു. NCC. എന്തൊക്കെ അറിയാം ഗൺസിനെ പറ്റിയിട്ട്? ഗൺസിനെ പറ്റി ഫയറിംഗ് അറിയാം. ഇപ്പോ റൈഫിൾസ്, പിസ്റ്റൾസ് അതുപോലത്തെ വെച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ആളുകള് രണ്ട് കയ്യിലൊക്കെ വലിയ ഗൺസ് ഒക്കെ, അതായത് ഒരു കയ്യില് അതല്ല രണ്ട് കയ്യിലൊക്കെ ഗൺസ് ഒക്കെ വെച്ചിട്ട് ഫയർ ചെയ്യുന്നതൊക്കെ സീൻസ് ഒക്കെ കാണില്ലേ സിനിമയിലായിട്ട്? അതൊക്കെ കുറച്ച് അൺസയന്റിഫിക് ആണെന്നൊക്കെ ആളുകൾ പറയും. ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ആർമിയിലെ ഒഫീഷ്യൽസിനൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്കത് പറ്റും. അതുപോലത്തെ നല്ല വിഗറസ് ട്രെയിനിങ് പോയിട്ടുള്ള ആൾക്കാർക്ക് അത് നടക്കും. ശരിക്കും ഈ അങ്ങനെ ഈ ഒളിമ്പിക്സിലൊക്കെ വിഭാഗം ഉണ്ടല്ലോ മത്സരിക്കാൻ, അതാണോ ലക്ഷ്യം അതോ സിനിമ തന്നെയാണോ ലക്ഷ്യം? അല്ല, എന്റെ അംബിഷൻ ഡിഫൻസിൽ കയറാനാണ്. ഇന്ത്യൻ ഡിഫൻസ്. എന്താ അതിന്റെ പിന്നത്തെ കാര്യം? എന്റെ അമ്മയുടെ ഫാമിലിയിൽ മിക്കവരും എല്ലാരും ആർമി ഒഫീഷ്യൽസ് ആണ്. അപ്പോ പിന്നെ NCC കയറി കഴിഞ്ഞപ്പോഴും എനിക്ക് തുടക്കത്തിലൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് NCC കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യയോടൊരു എന്താ പറയാ, എനിക്ക് രാജ്യത്തിനെ സെർവ് ചെയ്യണം, അങ്ങനെ ഒരു ഇത് തോന്നാൻ തുടങ്ങി. പിന്നെ ക്യാമ്പുകൾക്കും പോയി, സീനിയറായി. അപ്പൊ പിന്നെ എല്ലാം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഉറിയുണ്ട്, നമുക്ക് റാസിയുണ്ട്, നമുക്ക് കീർത്തിചക്രനുണ്ട്, നമുക്ക് കുരുക്ഷേത്രമുണ്ട്, നമുക്ക് മേജർ സാബ് ഉണ്ട്, നമുക്ക് കുറെ ഉണ്ട്. ലാലേട്ടന്റെ മൂവീസ് തന്നെയാണ് എപ്പോഴും എന്റെ ഫേവറേറ്റ്. കാരണം അതാണല്ലോ കണ്ട് നമ്മൾ വളർന്നത്. മമ്മൂക്ക എന്റെ മുടി പിടിച്ചിട്ട് പറഞ്ഞു, നല്ല മുടിയാണല്ലോ, ഇതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തന്നിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞതാണ്. പിന്നെ മമ്മൂക്ക പറഞ്ഞു, എന്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് ദുൽഖറിനോട് വേണമെങ്കിൽ നോക്കാം എന്നിട്ട് പോയൊരു ഇതായിരുന്നു അത്. താര 1 വീക്ക് എടുത്തുള്ളൂ.
1 വീക്കായിരുന്നു ഷൂട്ട് ഫുൾ. ഈ പണ്ടത്തെ പോലെയല്ലോ ഇന്നിപ്പോ താരാന്നുള്ള ഷോർട്ട് ഫിലിം മൊത്തം ഹാൻഡിൽ ചെയ്യുന്നതും അതിന്റെ പ്രൊട്ടഗണിസ്റ്റും ഒക്കെ നമ്മളല്ലേ. അതെ. അപ്പൊ പ്രിയരാജ് ആണ് മറ്റൊരു ലീഡ് ചെയ്യുന്നത്. അപ്പം പ്രിയേട്ടൻ ഓൾറെഡി വളരെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്? ഞങ്ങള് ഫസ്റ്റ് ഞങ്ങളൊരു മീറ്റിങ്ങിന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒബ്രോണി വെച്ച് കണ്ടായിരുന്നു. കണ്ട സമയത്ത് തുടക്കത്തിൽ തന്നെ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. അപ്പോൾ തൊട്ട് തന്നെ മോളെ അച്ഛാന്ന് വിളിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഷൂട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. ശരിക്കൊരു അച്ഛൻ ഫീൽ എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ടൊരു എൻ്റെ അച്ഛനോട് എങ്ങനെയാണോ ഞാൻ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? എല്ലാവരും എനിക്ക് കരഞ്ഞ ഫോട്ടോസൊക്കെയാണ് അയച്ചത്. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു 4 പ്രാവശ്യമൊക്കെ കരഞ്ഞു. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്കൂളിലാണെങ്കിലും ഇപ്പം എന്നെ താരാന്നാണ് വിളിക്കുന്നത്. ദുർഗയല്ലേ, ഇപ്പം എല്ലാവർക്കും താരയാണ്. അടിപൊളി അടിപൊളി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഈ നമ്മൾ ചെറുപ്പം മുതലേ ഈ സിനിമയും അതിന്റെ ഒരു ഗ്ലിറ്റും ഗ്ലാമറും ഒക്കെ കണ്ടിട്ടാണല്ലോ വളരുന്നത്. അപ്പൊ എന്താ സിനിമ അങ്ങനെ ഒരു പാഷൻ ആവാത്തതോ അല്ലെങ്കിൽ അതൊരു കരിയർ ആക്കാന്നോ അങ്ങനെ തോന്നാത്തത്? എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. അതിൻ്റെ ഒരു പാഷനായിട്ട് ഉറപ്പായിട്ടുമാണ്. ബട്ട് എനിക്കൊരു പ്രൊഫഷൻ ആക്കാൻ ഒരു താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് എപ്പോഴും ആക്ടിങ് എനിക്ക് സൈഡായിട്ട് കൊണ്ടുപോകാൻ താല്പര്യം. എൻ്റെ എപ്പോഴും ഉള്ള എയിം ഡിഫൻസ് തന്നെയാണ്. അത് കുഴപ്പമില്ല, അത് നമ്മളെങ്ങനെയെങ്കിലും മേടിച്ചെടുത്തോളാം. ഈ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റർ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറെ പുറത്തുള്ള മാസ്റ്റർ ഫിലിംസ് കാണുക, അതിനുള്ള സമയമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും അതുപോലത്തെ സംഭവം ചെയ്തിട്ടില്ല. ഞാൻ സിനിമകൾ കാണുന്ന ഒരാൾ തന്നെയാണ്, പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. വെബ് സീരീസ് അനിമ അങ്ങനെയൊക്കെ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇല്ല, ഒന്നും ഞാൻ റെഫർ ചെയ്യാറില്ല. ഏറ്റവും അവസാനം ARM. യെസ്, ARMനെ പറ്റി എന്താ തോന്നിയത്? അടിപൊളി സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോവിനോ ചേട്ടൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛനായിട്ടായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നിരുന്നത്. സിനിമയല്ല, അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ക്ലിക്ക് ഓൺ എന്ന് പറയുന്നൊരു അഡ്വർടൈസ്മെന്റ്. അപ്പൊ അതിനകത്ത് എൻ്റെ അച്ഛനായിട്ടായിരുന്നു ടോവിനോ ചേട്ടൻ. അങ്ങനെയാണ് ടോവിനോ ചേട്ടൻ ആദ്യമായിട്ട് വന്നത്. ടോവി അന്ന് വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലാത്ത അദ്ദേഹത്തിന്റെ ബിഗിനിങ് സ്റ്റേജിലായിരുന്നു. എന്തൊക്കെയാ അദ്ദേഹത്തിന് ഷൂട്ടിങ്ങിൽ ഓർമ്മയുള്ളത്? എനിക്ക് ഓർമ്മ, ഞാൻ കുറെ കരച്ചിലായിരുന്നു ഫുൾ ടൈം. എന്നെ എന്തെങ്കിലും നിക്കി ചേച്ചി അല്ലെങ്കിൽ ടോവിനോ ചേട്ടൻ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണായിരുന്നു. ഞാനൊരു 2.5-3 years ഉണ്ടായിരുന്നപ്പോഴാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാലൊക്കെ മനസ്സിലാവും നമുക്ക് ഇങ്ങനെയൊക്കെ വേണ്ട അങ്ങനെയൊക്കെ. ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ ആൾക്കാരെ അഭിനയിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. ക്യാമറ വന്നാൽ ഞാൻ അപ്പം അഭിനയിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരാളായിരുന്നു. അതെ അതെ, പ്രത്യേക ഒരു ജീവിയാണ്. ജീവിയാണ്, പക്ഷെ റേറാണ്. ഈ സിനിമ അല്ലാതെ ആർമി അല്ലാതെ എന്തൊക്കെയാ വേറെ ഇൻട്രസ്റ്റുകൾ? വേറെ ഇൻട്രസ്റ്റ് ഡാൻസ് ചെയ്യും, പാട്ട് പാടും, കുറച്ചൊക്കെ ആൾക്കാരെ കേൾക്കരുതെന്നുള്ള ഓടും. പടം വരയ്ക്കും നന്നായിട്ട് ഞാൻ. പിന്നെ കീബോർഡ് വായിക്കും. കീബോർഡ് എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ പഠിച്ചിരിക്കുന്നില്ല, എൻ്റെ സ്കൂളിൽ ചെയ്ത് അങ്ങനെ ഒരു ശീലമായൊരു സംഭവമാണ്. പഠിക്കാൻ പോയിട്ടില്ല. സെൽഫ് ടോട്ട് ആണ്. ഈ ഡാൻസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ലോഫിംഗ് വില്ല എന്ന് പറഞ്ഞ ഒരു ഷോയില് 3rd സീസൺ ആണെന്ന് തോന്നുന്നു. അതിലൊരു ഡാൻസിങ് സീക്വൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചത്? അതിന് അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ആക്ച്വലി ഞാനായിരുന്നില്ല കൃഷ്ണൻ, എന്നെ മറ്റേ ഗോപിമാരിൽ ഒരാളായിട്ടായിരുന്നു എന്നെ വിളിച്ചത്. മലയാളം കുറച്ച് പ്രശ്നമാണ്. അപ്പൊ എന്നെ വിളിച്ച് ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു കൃഷ്ണനാണോ രാധയാണോ എന്ന് എന്നോട് ചോദിച്ചു. കൃഷ്ണനാവാന്ന് പറഞ്ഞു. പിന്നെ കൃഷ്ണനായിട്ടൊന്ന് ചെയ്തു നോക്കാൻ പറഞ്ഞു. ചെയ്തു നോക്കിയപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു. കൃഷ്ണൻ ചെയ്തോളൂ. പിന്നെ എൻജോയ് ചെയ്തു കൃഷ്ണനായിട്ട്. പെൺകുട്ടികളായിരുന്നല്ലോ, എല്ലാവർക്കും ഒരു ജെലസ് തോന്നിയ ടൈം ആയിരുന്നു. പിന്നെ അങ്ങനെ ഡാൻസിനെ സീരിയസ് ആയിട്ട് എടുക്കുക? അത് കഴിഞ്ഞപ്പോ എനിക്ക് ആക്സിഡന്റ് പറ്റിയായിരുന്നു കാലിന്. അപ്പൊ അത് കഴിഞ്ഞപ്പോ പിന്നെ എനിക്ക് ഡാൻസ് അത്ര പറ്റിയില്ല. പിന്നെ ഇപ്പൊ കൂടുതലും സ്വന്തമായിട്ട് ചെയ്യാണ് ഡാൻസ്. എന്ത് ടൈപ്പ് ഓഫ് സിനിമകളാണ് ഇഷ്ടം? വളരെ സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമകളാണോ ഇഷ്ടം, അതോ ഇപ്പൊ
അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല. കുമ്പളങ്ങി കുറച്ച് റിയലിസ്റ്റിക് അപ്രോച്ച് ഉള്ള സിനിമ, നേരെ വെച്ച് വേറെ കുറച്ചുകൂടി സിനിമാറ്റിക് ആയിട്ടുള്ള സിനിമ. ഏത് സിനിമകളാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അങ്ങനെയല്ല, എനിക്ക് എല്ലാ ജോണറിനെ കുറിച്ച് അറിയാൻ ഇഷ്ടം. എല്ലാ ജോണറും എങ്ങനെയാണ്, അതെങ്ങനെ ചെയ്യുന്നു, എനിക്ക് കൂടുതൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ ഇഷ്ടം. അപ്പൊ അതെങ്ങനെ ഷോട്ട് ചെയ്ത് കാണും, അപ്പൊ അത് അവരെന്ത് ക്യാമറ ഉപയോഗിച്ചാണ്, എങ്ങനെയായിരിക്കും ആ സീൻ എടുത്തത്. പിന്നെ ഈ ചൈൽഡ് ആക്ടേഴ്സ് ഒക്കെ കുറച്ച് വലുതായതിനു ശേഷം അവർ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങും, ഇൻഫ്ലുവൻസേഴ്സ് ആവുകയൊക്കെ ചെയ്യുന്ന ഒരു ടൈമാണ്. ദുർഗയ്ക്ക് അങ്ങനെ പ്ലാൻസ് ഉണ്ടോ? സമയമില്ല, പഠിക്കാൻ കുറെ ഉണ്ട്. ഇപ്പൊ യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞാൽ പഠിക്കാൻ സമയം കിട്ടില്ല. ആദ്യമായിട്ട് ഒരു കുട്ടി ഇങ്ങനെ പറയുന്നത്. എന്താ ഇഷ്ടമുള്ള സബ്ജക്റ്റോ? ഇംഗ്ലീഷ് ഇഷ്ടമാണ്, സോഷ്യൽ ഇഷ്ടമാണ്, ബയോളജി ഇഷ്ടമാണ്. ഇത് മൂന്നുമാണ് എൻ്റെ മെയിൻ സബ്ജക്ട്സ്. ബുക്സ് വായിക്കുന്നുണ്ടോ? ബുക്സ് നന്നായിട്ട് ഞാൻ വായിക്കും. എന്താ റീസെന്റ് ആയിട്ട് വായിച്ചത്? റീസെന്റ് ആയിട്ട് വായിച്ചത് വുഡ് ബി ഹൗ ടു ലിസൺ. എനിക്കില്ലാത്തൊരു സംഭവമാണ്. ഓതർ ഞാൻ നോക്കിയില്ല ആക്ച്വലി. എനിക്ക് ഗിഫ്റ്റ് തന്നായിരുന്നു എൻ്റെ ബർത്ത്ഡേക്ക്. ഗിഫ്റ്റ് എനിക്ക് കൂടുതലും ബുക്സ് ആയിരുന്നു കിട്ടിയത് ഗിഫ്റ്റ് ആയിട്ട്. അപ്പൊ അതിരുന്ന് വായിക്കായിരുന്നു. ഈ ബുക്സ് വായിച്ചിട്ട് ഹൗ ടു ലിസൺ എന്നൊക്കെ പറയുന്നത് സെൽഫ് ഹെൽപ്പ് പോലത്തെ ബുക്സ് അല്ലേ? അങ്ങനത്തെ ബുക്സ് ഇഷ്ടം? അതോ ഫിക്ഷൻ ഇഷ്ടം, നോൺ ഫിക്ഷൻ? ഞാൻ കൂടുതലും സെൽഫ് ഹെൽപ്പ് ബുക്സ് ആണ് വായിക്കുന്നത്. എനിക്ക് ഫിക്ഷൻ ആ സംഭവം ഇഷ്ടമല്ല. ഫിക്ഷൻ നമുക്കൊന്നും പഠിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ ഇക്കിഗായ് ഒക്കെ വായിച്ചോ? യെസ്, ഇക്കിഗായ് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇക്കിഗായ് വായിച്ചിട്ട് എന്താ തോന്നിയത്? ഇക്കിഗായ് ചേഞ്ച് മൈ ലൈഫ്. ആണോ? യെസ്. എങ്ങനെയൊന്ന് പറഞ്ഞേ കേട്ടെ. എൻ്റെ ലൈഫിനോടുള്ളൊരു അപ്രോച്ച് മാറി. ഞാൻ കൂടുതലും മറ്റൊരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ പോട്ടെ ഇങ്ങനെ പോട്ടെ എന്ന്, അവിടെ കിടക്കട്ടെ ഇങ്ങനെ കിടക്കട്ടെ അങ്ങനെയുള്ള ഒരാളായിരുന്നു. ബട്ട് ഞാൻ കൂടുതലും ഇപ്പം എല്ലാം അങ്ങനെ ചെയ്യണം. ഇപ്പോൾ ഒരു കറക്റ്റ് ഒരു ഹാബിച്വൽ രീതിയിലൊരു ടൈം ടേബിൾ വെച്ച്, സ്കൊലാസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിലും ഞാൻ കൂടുതലൊരു പെർഫെക്ഷനിസ്റ്റ് കൈൻഡ് ഓഫ് സംഭവം തുടങ്ങി. പാട്ട് പാടില്ലേ? പാടും. പറ്റില്ല, ഒച്ച പോയിരിക്കാണ്. NCC ഞങ്ങക്ക് പാസിംഗ് ഔട്ട് പരേഡ് ഉണ്ട്. അപ്പോൾ സീനിയർ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒച്ച ഉണ്ടാക്കണം. ഈ NCC-ലൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ചെറിയൊരു എറർ സംഭവിച്ചപ്പോൾ നമുക്ക് നല്ല രീതിയിൽ പണിഷ്മെന്റ് കിട്ടും. അങ്ങനത്തെ എന്താ ഓർമ്മയുള്ളത്? അങ്ങനത്തെ തന്നെ ഇപ്പൊ ഞാനൊരു നാഷണൽ ക്യാമ്പിന് വരുന്നു, TSC തലശ്ശേരി ക്യാമ്പ്, ഫയറിങ്ങിന്. അപ്പൊ ആ സമയത്ത് പനിയായിരുന്നു. സീനിയേഴ്സ് എങ്ങനെയാണെന്ന് അറിയാലോ, നമ്മളെ ബ്രേവ് ആക്കാൻ സ്ട്രോങ് ആക്കാനൊക്കെയാണ്. പക്ഷെ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക്, എൻ്റെ ഫസ്റ്റ് ക്യാമ്പായിരുന്നു, നാഷണൽ ക്യാമ്പായിരുന്നു. അപ്പോൾ എനിക്ക് അറിയില്ല ഒന്നും. അപ്പം അവരെന്നോട് പോയി തണുത്തളത്ത് പോയി കുളിക്കാൻ, പനി പിടിച്ചിരിക്കുന്നു. അപ്പം അതൊരു ഭയങ്കര, പിന്നെ എനിക്ക് ഫയറിംഗ് ഒന്നും മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ ഞാൻ സീനിയറായി, പിന്നെ ഞാനായിരുന്നു പണിഷ്മെന്റ് എടുത്തോണ്ടിരുന്നത്. അതൊക്കെയായിരുന്നു. അച്ഛൻ അമ്മ രണ്ടുപേർക്കും ഉള്ള സപ്പോർട്ട് എങ്ങനെയാ? സിനിമയിലും അച്ഛനും അമ്മയും എല്ലാത്തിലും എന്നെ ഭയങ്കര സപ്പോർട്ടാണ്, എന്ത് കാര്യത്തിലായാലും. ഇപ്പൊ എനിക്ക് ഇപ്പൊ താര ചെയ്യുമ്പോഴും എന്നോടാണ് ആദ്യം ചോദിച്ചത്, എനിക്ക് താല്പര്യം ഉണ്ടോന്ന് എന്നോട് ചോദിച്ചത്. എനിക്ക് താല്പര്യമുണ്ട്, എങ്കിൽ പിന്നെ ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നോട് ഒന്നിനും ഇത് ചെയ്തേ പറ്റുള്ളൂ അല്ലെങ്കിൽ അതായേ പറ്റുള്ളൂ അങ്ങനെ ഒരു സംഭവമില്ല, ഒരു പ്രഷറും ഇല്ല. ഇഷ്ടമുള്ളതാവുക, ഇഷ്ടമുള്ളത് ചെയ്യുക, അംബിഷൻ എന്താണോ അത് അച്ചീവ് ചെയ്യുക. ഇപ്പോഴും ഈ പുലിമുരുകനൊക്കെ ടി-വിയിൽ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ സൗണ്ട് തോമ ടി-വി വരുന്ന സമയത്ത് എന്താ തോന്നുക? ക്രിഞ്ച് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. ചില ഡയലോഗൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നില്ല, ശബ്ദം പ്രത്യേകിച്ച് കേൾക്കുമ്പോ ഓ ഇങ്ങനെയായിരുന്നു. അതെ അതെ, എല്ലാം എന്റെ സ്വന്തം ശബ്ദം തന്നെയാണ്. ശബ്ദമാണ് ഡയലോഗ്സ് അല്ല, ഡയലോഗ്സ് ക്യാരക്ടറിന്റെ ഭാഗമാണല്ലോ. ശബ്ദം കേൾക്കുമ്പോ നമുക്ക് ചെറുപ്പത്തിലെ ശബ്ദവും പിന്നെ വലുതാകുമ്പോ ഒരു ശബ്ദവും കേൾക്കുമ്പോ സ്വന്തമായിട്ടൊരു തോന്നിട്ടില്ല. ചേട്ടന് തോന്നിട്ടുണ്ടാവില്ലേ? ഈ സ്കൂളില് ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ എന്താ പറയാ ആസ്പിറേഷൻ അല്ലെങ്കിൽ എന്താവാനാണ് അംബീഷൻ എന്നൊക്കെ ചോദിക്കില്ലേ, ആ സമയത്ത് ഈ ഇപ്പൊ പറയുന്നത് തന്നെ എനിക്ക് നാഷണൽ സെർവ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫൻസിൽ പോകണം തന്നെയാണോ? അതോ എപ്പോഴും അത് തന്നെയാണ്. അല്ല ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഈ NDA അക്കാഡമിയിലൊക്കെ പോകുന്നത് വരെയല്ലേ അപ്പൊ അഭിനയിക്കാൻ പറ്റുള്ളൂ? ഇനി ഓഫേഴ്സ് വന്നാലും അത്ര വരെ ഉള്ളൂ. നമുക്ക് മെയിൻ ഡിഫൻസ് ആണ്, ആക്ടിങ് കൊണ്ടിട്ട് കാര്യമില്ലല്ലോ. ശരി, അപ്പൊ വെരി ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടർ ആരാ? ഐ മീൻ ഫീമെയിൽ പെർഫോമർ ആരാ? അങ്ങനെ എനിക്കില്ല, എവരിവൺ ഈസ് ഗുഡ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഫീൽഡ് ഉണ്ട്. നോട്ട് എവരിവൺ മേ ബി ഗുഡ് വിത്ത് കോമഡി, പക്ഷെ നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്.
ഇമോഷണൽ സീൻസ് നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, ആക്ഷൻ ചെയ്യുന്നവരുണ്ട്. ആ ഒരു രീതിയിലാണ് ഞാൻ എല്ലാവരും. ഒരു ആക്ട്രസിനെ പറഞ്ഞു, ആക്ട്രസിനെ പറയുകയാണെങ്കിൽ ഐ പ്രോബ്ലി ഗോ വിത്ത് അനുഷ്ക ഷെട്ടി. പുള്ളിക്കാരുടെ ഫീൽഡ് ഓഫ് മൂവീസ് ലൈക്ക് കൂടുതലും പീരിയോഡിക് മൂവീസിലേക്കാണ് പോകുന്നത്. ബട്ട് ഷീ ഈസ് ഓൺലി വൺ ഹു ക്യാൻ ഡു ഇറ്റ്. വേറെ ആൾക്കാർ റോൾ ചെയ്താൽ ചിലപ്പോൾ അത്രയും നന്നായിട്ട് ചെയ്യണമെന്നുണ്ടാവില്ല. ലൈക്ക് ഭാഗമതി ഇല്ലായിരുന്നു, അതൊന്നും ആർക്കും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ആക്ടർ ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരും ഉണ്ട്. അങ്ങനെ മാറ്റി നിർത്തി പറയാൻ പറ്റില്ല. എന്നാലും അച്ഛനെന്നുള്ള സ്ഥിതിക്ക് ലാലേട്ടനോട് കുറച്ചുകൂടി ഒരു ഈ ബർത്ത്ഡേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ ലാലേട്ടന്റെ ഒക്കെ വിഷ് ഒക്കെ ചെയ്യും? ആ വിഷയമുണ്ട്. നമ്പേഴ്സ് ഒക്കെ ഉണ്ട് ഈ സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ? ഉണ്ട്, അച്ഛൻ്റെ ഉണ്ട്. അച്ഛൻ്റെ ഫോൺ യൂസ് ചെയ്യോ? ആ യൂസ് ചെയ്യും. അതിനെങ്ങനെ ടൈമിംഗ് ഒക്കെ വെക്കോ? ആ ടൈം ടേബിൾ ഉണ്ട് എനിക്ക്. എങ്ങനെയാ? രാവിലെ പഠിക്കണം, പിന്നെ 1 മണിക്കൂറൊക്കെ ആയിരിക്കും ഫോൺ നോക്കാൻ കിട്ടുന്ന ടൈം. അത് വെച്ച് നമ്മള് നോക്കുക പോവാ, അത്രേ ഉള്ളൂ. ഏത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്പ്? ഇൻസ്റ്റാഗ്രാം. അതല്ലേ ഉള്ളൂ. അവിടെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പും എല്ലാം അവിടെ തന്നെയാണ്. ഈ ഒരു 2000 മുമ്പ് ജനിച്ചിട്ടുള്ള ആളുകളുണ്ടല്ലോ, 1992, 1999, അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പം അമ്മാവനും തന്ത വൈബ് എന്നൊക്കെ പറയുന്നില്ല. നിങ്ങളൊക്കെ ഭയങ്കര ജെൻസിയും അങ്ങനെ നിങ്ങളുടെ ഫാഷൻ നമുക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ കെ പോപ്പ് കേൾക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതിലൊക്കെ ശരിക്കും എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല, ഞാൻ ഈ ജെൻസിയുടെ ഈ കെ പോപ്പ് ഒക്കെ ഞാൻ പണ്ട് കേൾക്കുമായിരുന്നു, BTS ഒക്കെ. പക്ഷെ അത് കഴിഞ്ഞപ്പോ എനിക്ക് കൂടുതൽ ഞാൻ ഈ 90s പാട്ടുകളിലേക്ക് വന്നു തുടങ്ങി. ഞങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഭയങ്കര തന്തവയമാണ് ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മളിപ്പോൾ ഈ കേൾക്കുന്ന പാട്ടുകളെക്കാളും കുറച്ചുകൂടി മീനിങ് ഫുൾ ആയിട്ടും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം 90s പാട്ടുകളും 90s സിനിമാസും ഒക്കെയാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട 90s സിനിമ? 90s സിനിമ ലാലേട്ടൻ്റെ, എല്ലാം ലാലേട്ടനാണ്, വേറൊന്നും ഇല്ല. ഇപ്പോൾ പറയാനാണെങ്കിൽ നമ്മുടെ ആറാം തമ്പുരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയായിരുന്നു. എപ്പോഴെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂവിയാണ് ആറാം തമ്പുരാൻ. മമ്മൂക്കയുടെ വല്യേട്ടൻ അങ്ങനെ എന്തോ മൂവി ഇല്ലായിരുന്നു, വല്യേട്ടൻ. അതിലിപ്പോ ഇത്രയും സ്റ്റുഡിയോസ് ആയിട്ടുള്ള എങ്ങനെ ഈ പടമൊക്കെ കാണാൻ തിയേറ്ററിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പൊ വല്യേട്ടൻ റിലീസ് ആവുന്നുണ്ട് 4K റീമാസ്റ്റേർഡ് വേർഷൻ. അപ്പൊ അതെങ്ങനെയാ കാണുക? അത് കാണണ്ടെന്ന് വിചാരിക്കോ? എങ്ങനെയായിരിക്കും? ഡിപ്പെൻസ്. എനിക്ക് എക്സാംസ് ആണെങ്കിൽ ഞാൻ കാണില്ല. ഇപ്പൊ ഒരു ടൈമിൽ എനിക്ക് ഒരു ഫിലിംസും കാണാൻ പറ്റാത്ത ടൈമാണ്. ബിക്കോസ് 10th ആണ്, ബോർഡ്സ് വരുന്നു, പറ്റില്ല. പ്രഷർ ഉണ്ടോ? പ്രഷർ ചെറുതായിട്ട്. CBSE. അപ്പൊ ഈ ഫുൾ A1 വാങ്ങണം അങ്ങനെയൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. സ്കൂളിലെ ഹെഡ് ഗേളും കൂടിയാണ്, അപ്പൊ പിന്നെ മേടിക്കണ്ടേ. പൃഥ്വിരാജും ഒരു ഹെഡ് ബോയ് അങ്ങനെ എന്തോ ആയിരുന്നു. ആർമി സ്കൂളിൽ. അതിന്റെ ഹെഡ് ഗേളിന്റെ ഇതിനെന്താ പറയാ, ബോയ്സിന്റെ സെക്ഷൻ എന്താ ഹെഡ് ബോയ്. പുള്ളി അതായിരുന്നു. ഓക്കെ, എന്തായാലും അതൊക്കെ സംഭവിക്കട്ടെ. താര കാണാത്ത ആളുകളുണ്ടായിരിക്കും, താര ഇപ്പൊ റിലീസായിട്ടും അത് മനസ്സിലാവാത്ത ആളുകളുണ്ടായിരിക്കും. സോ ദാറ്റ് അവരോട് എന്താ പറയാനുണ്ടാവുക? താര എല്ലാ സ്റ്റുഡൻസും കാണേണ്ട ഒരു സിനിമയാണ്, എല്ലാ കുട്ടികൾക്കും, എല്ലാ ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്നൊരു ഫിലിം എന്ന് പറയാം. ടെലിഫിലിം എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇതൊരു ഫിലിമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണേണ്ട ഒരു ഇതാണ്. ഇറ്റ് ഷോസ് ദി ലൈഫ് ഓഫ് എ സ്റ്റുഡൻറ്റ്, ഷോസ് ദി ലൈഫ് ഓഫ് എ ഫാമിലി. പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അച്ഛന്മാരായിട്ടാണല്ലോ പെൺകുട്ടികൾക്ക് എപ്പോഴും കൂടുതൽ അടുപ്പമുള്ളത്. ഒരു അച്ഛൻ്റെയും മകളുടെ ഒരു ബോണ്ട് അറിയാൻ പറ്റും. നോ മാറ്റർ വാട്ട് എവർ ദി ഫേസ് ഇൻ ലൈഫ്, അവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ പോകുന്നൊരു ഇതാണ്. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ പണ്ടത്തെ ഈ സിനിമകളൊക്കെ ഉണ്ടല്ലോ, ഇപ്പൊ പൊലിമരിക്കൻ, സ്വന്തമൊക്കെയുള്ള സിനിമകൾ, അപ്പൊ അവര് ആ സിനിമകളൊക്കെ മറ്റുള്ളവർ കാണുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പൊ ഉള്ള ദുർഗയുടെ മുഖം കുറച്ചധികം മാറിയിട്ടുണ്ട്, നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ ഈ കുട്ടിയാണോ ആ കുട്ടി, അല്ലല്ല അങ്ങനെയൊക്കെ ഒന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഇത്ര ഉണ്ടായിരുന്നു, ഇന്ന് ഇത്ര ഉണ്ടല്ലോ, ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് വല്ലാത്തൊരു മൊമെന്റ് ചെറിഷ് ആണല്ലേ? അതെ, ഭയങ്കരമായിട്ട് വലുതായല്ലോ, അതാണ് എപ്പോഴുള്ള ക്വസ്റ്റ്യൻ. ആരെങ്കിലും ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അവരോട് എന്താ പറയാ? ഒന്നും പറയാനില്ല. എന്നെ ഈ താരയ്ക്ക് വിളിച്ചത് ഞാൻ പുലിമുരുകൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവര്. എൻ്റെ ഒരു സ്കൂളിൽ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു, ഫ്രെസ്കോ എന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ. ആകുമ്പോൾ ഞങ്ങൾ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ അയക്കുമായിരുന്നു. ഞാൻ തന്നെ ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്, ഞാൻ അഭിനയിക്കുന്നുണ്ട്, ഡയറക്ഷനും ചെയ്യുന്നുണ്ട്. ഞങ്ങളപ്പോ അതങ്ങനെ കൊടുത്തപ്പോ യൂട്യൂബ് ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് താരകളെ ഇവർ കണ്ടു, എൻ്റെ അച്ഛൻ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ അത് അവർ കണ്ടു.
അപ്പം അത് കണ്ടെന്നെ വിളിച്ചു, ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അവർ അറിഞ്ഞത് പുലിമുരുകനിൽ അഭിനയിച്ചൊരു കുട്ടിയാണ്. അല്ലാണ്ട് സ്റ്റാർ കിഡിന് അവസരം കിട്ടുന്ന പോലെ കിട്ടിയതല്ല. നെപ്പോട്ടിസല്ല. നെപ്പോട്ടിസം. ഫൈൻ. എന്തായാലും ഡിഫൻസിൽ ജോയിൻ ചെയ്യുക, ആർമിനെ സെർവ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അത് വലിയ കാര്യമാണ്. എന്തായാലും ആ ഒരു ലീപ്പ് ഓഫ് എന്താ പറയുക വർക്ക് അത് അറ്റൈൻ ചെയ്യാൻ പറ്റട്ടെ. ഡെഫിനറ്റ്ലി സിനിമയിലും ആളുകളുടെ അവസരമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ദുർഗയ്ക്കും അത് ഒരു നല്ല മീറ്റി റോളൊക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് എടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.